അഡ്വക്കേറ്റ് ശങ്കു, 100-ാം പിറന്നാൾ ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിനെ വാനോളം പുകഴ്ത്തിയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. സംഘത്തിൻ്റെ തന്നെ ആശയമായ സ്വദേശി മന്ത്രമുയർത്തി സ്വയം പര്യാപ്ത ഇന്ത്യ, ഭാരതം, ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ ഊന്നൽ നൽകി സാമ്പത്തിക പരിഷ്കരണങ്ങൾ, ദേശീയ സുരക്ഷ, യുവശക്തി, സാങ്കേതിക പുരോഗതി, സാമൂഹിക നീതി എന്നിവയ്ക്കാണ് പ്രസംഗത്തിൽ ഉടനീളം മോദി പ്രാധാന്യം നൽകിയത്. നോക്കൂ, RSSും നരേന്ദ്രമോദിയും തമ്മിൽ അകലുന്നുവെന്ന മാധ്യമങ്ങൾ പടച്ചുവിട്ട പെരും നുണകൾക്കുള്ള മറുപടി കൂടിയല്ലേ പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ നൽകിയത്? മാത്രമല്ല, ഈ RSSനെ ഇത്രത്തോളം പുകഴ്ത്തി സംസാരിച്ചത് പലർക്കും വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ആ വിഷയത്തിലാണ് മറ്റ് ചാനലുകളിൽ ചർച്ച നടക്കുന്നതും. ഭാരത നിർമ്മാണത്തിൽ RSSന് എന്ത് പങ്ക് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയല്ലേ? തീർച്ചയായിട്ടും. എന്താണ് RSSന്റെ വ്യക്തി നിർമ്മാണത്തിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണം എന്ന പദ്ധതിയുടെ ഏറ്റവും മികച്ച മാതൃക തന്നെയാണല്ലോ ശ്രീമാൻ നരേന്ദ്രമോദി. അദ്ദേഹം RSSന്റെ ശാഖയിലൂടെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. RSSന്റെ പ്രചാരകനായിരുന്ന ആളാണ്. പിന്നീട് BJPയിലേക്ക് സംഘം നിയോഗിച്ചിട്ടുള്ള ആളാണ്. സംഘത്തിന്റെ ദൗത്യം തന്നെയാണ് അദ്ദേഹം BJPയിലൂടെ രാഷ്ട്ര സേവകൻ, പ്രഥമ സേവകൻ എന്നുള്ള നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ 100-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ 1925 നാഗ്പൂരിൽ വെച്ച് രൂപീകൃതമായ ഏതാനും കുട്ടികളെ കൊണ്ട്, അവരുടെ ശാഖാ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ കളികളും വ്യായാമങ്ങളും കൊണ്ട് ആരംഭിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ 100-ാം വർഷത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്ന, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവട്ടെ, രാഷ്ട്രപതി ആവട്ടെ, ഉപരാഷ്ട്രപതി ആവട്ടെ, കേന്ദ്രമന്ത്രിമാരാവട്ടെ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാവട്ടെ, ഇവരെയെല്ലാം നിയോഗിച്ചിട്ടുള്ള പ്രസ്ഥാനമായി, രാഷ്ട്രത്തെ തന്നെ നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ 100-ാം ജന്മദിനത്തിൽ ആ പ്രസ്ഥാനം ഈ നിലയിലുള്ള ഒരു ആദരവ്, ഈ നിലയിലുള്ള ഒരു ആശംസ അർഹിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടി ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്ക് ചെങ്കോട്ടയിൽ ഉണ്ടാവാൻ സാധിച്ചു എന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു ഈശ്വരീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സന്നിഗ്ധമായിട്ടുള്ള ഘട്ടങ്ങളിലും അതിന്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രചാരകന്മാരും പ്രവാചകന്മാരും അതിനെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ഉദാഹരണമാണ്. അതിലൊരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ദീർഘമായ പ്രസംഗം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള ചെങ്കോട്ട പ്രസംഗമാണ്. 103 മിനിറ്റുള്ള ചെങ്കോട്ട പ്രസംഗമാണ് നരേന്ദ്രമോദി ഇന്ന് നടത്തിയത്. ആ പ്രസംഗത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള 2047 കൂടിയിട്ടുള്ള ഒരു വികസിത ഭാരതം, ഒരു ആത്മനിർഭര ഭാരതം, ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് നേഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന് കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. ഈ പ്രസംഗത്തിന്റെ മറ്റു വശങ്ങളിലേക്ക് ഒന്നും പോകാതെ അദ്ദേഹം RSSനെ പറ്റി പറഞ്ഞ കേവലം 2 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇന്നത്തെ ദിവസം ചർച്ച നടത്തുന്നത് എന്നുള്ളത് നമ്മുടെ മാധ്യമങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, RSS എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ കൂടി ഒരു സൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നോളം കേട്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗവും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ സ്വാതന്ത്ര്യ ദിനത്തിൽ റെഡ് ഫോർട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസംഗവുമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. പ്രധാനമായിട്ടും 4 പോയിന്റുകളിൽ എക്കണോമിക് റിഫോംസ്, നാഷണൽ സെക്യൂരിറ്റി, ടെക്നോളജി, സോഷ്യൽ പ്രോഗ്രസ്, ഈ 4 പോയിന്റുകളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വികസിത ഭാരതത്തിന്റെ ദിശാസൂചകം ആയിട്ടുള്ള ഒരു പ്രസംഗമാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷ്യം ഇനിയുള്ള 21 വർഷങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്? കേവലം ഒരു സങ്കല്പമല്ല, കേവലം ഒരു സ്വപ്നമല്ല, അത് നമ്മുടെ ദൃഢനിശ്ചയമാണ്. അത് നടത്തിയെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. ഈ പ്രസംഗത്തെ പറ്റി മറ്റു മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഒരു സംഗ്രഹം പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എന്റെ ആമുഖമായിട്ടുള്ള അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. പ്രധാനമായിട്ടും 8 പോയിന്റുകളിലേക്കാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റെഡ് ഫോർട്ട് പ്രസംഗത്തെ ഞാൻ സംഗ്രഹിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ചരിത്രപരതയാണ് ഞാൻ ആദ്യം കാണുന്നതിന്റെ സൗന്ദര്യം. ഇത് നരേന്ദ്രമോദിയുടെ 12ാമത്തെ റെഡ് ഫോർട്ട് സ്പീച്ചാണ്. 2014 ഓഗസ്റ്റ് 15-ാം തീയതി നടത്തിയത് മുതൽ 2025 ഓഗസ്റ്റ് 15-ാം തീയതി ഒരു വ്യാഴവട്ടം തികച്ച് 12ാമത്തെ പ്രസംഗം നടത്തുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെ കൂടി നരേന്ദ്രമോദി മറികടക്കുകയാണ്. 11 ചെങ്കോട്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡിനെ മറികടന്നുകൊണ്ട് 12 ചെങ്കോട്ട പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും ദീർഘമായിട്ടുള്ള ഒരു ജവഹർലാൽ നെഹ്റു മാത്രമേ ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ളൂ.
അങ്ങനെ ഒരു റെക്കോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദീർഘമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് 103 മിനിറ്റ്, 1 മണിക്കൂർ 43 മിനിറ്റ് നീണ്ടു നിന്നിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു അത്. അതുമല്ല, ആ പ്രഭാഷണം ആരംഭിക്കുന്നത് തന്നെ ഇവിടെ എന്താണോ ഇപ്പൊ സർക്കാരിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ഒക്കെ ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്, ആ ആശയങ്ങളുടെ മുഴുവൻ ചിറകൊടിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണത്തിലൂടെയാണ്, ഒരു ആമുഖത്തിലൂടെയാണ് നരേന്ദ്രമോദി ഈ പ്രസംഗത്തിലേക്ക് കടക്കുന്നത് തന്നെ. കാരണം ഭരണഘടന വലിയ അപകടം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതോ തരത്തിലുള്ള വലിയ സമരങ്ങളും കോലാഹലങ്ങളും ഒക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട്, ഭരണഘടനാ നിർമ്മാതാക്കളെ സ്മരിച്ചുകൊണ്ട്, ഭരണഘടനയോടുള്ള നമ്മളുടെ പ്രതിജ്ഞയും നമ്മുടെ പ്രതിപത്തിയും നമ്മുടെ പ്രതിജ്ഞാബദ്ധതയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിക്കുന്നത്. അംബേദ്കർക്കാവട്ടെ, നെഹ്റുവിനാവട്ടെ, മറ്റ് പ്രധാനപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള അംഗങ്ങൾക്കാവട്ടെ അദ്ദേഹം ആദ്യം തന്നെ ആശംസ അർപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒരു ആശംസ മാത്രമല്ല, 140 കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് അദ്ദേഹം കടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം സൂചിപ്പിച്ചത് നാഷണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടാണ്. ദേശസുരക്ഷ എന്ന വിഷയത്തിലായിരുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാമാണികത അദ്ദേഹം ഊന്നിയിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 12-ാം തീയതി നടന്നിട്ടുള്ള പഹൽഗാം അറ്റാക്കിനെ അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അപലപിക്കുകയും അതിനെതിരെ മെയ് 2025 ഇന്ത്യ പാകിസ്ഥാന്റെ അതിർത്തി കടന്നു ചെന്നുകൊണ്ട് പാകിസ്ഥാൻ മെയിൻലാൻഡിൽ നടത്തിയിട്ടുള്ള ക്രോസ് ബോർഡർ ആന്റി ടെറർ സ്ട്രൈക്കിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ സംബന്ധിച്ച് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അറിയിച്ചു. അതുമാത്രമല്ല, ഭീകരതയോടുള്ള രാജ്യത്തിന്റെ പുതിയ നിലപാട് എന്താണെന്ന് ചെങ്കോട്ടയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭീകരവാദികളെയും അവരുടെ സ്പോൺസർമാരെയും രണ്ടായി കാണുന്ന പ്രവണത ഇനി മുതൽ ഉണ്ടാവുകയില്ല. ഭീകരന്മാരെയും അവർക്ക് പണവും മറ്റ് ആയുധങ്ങളും ഒക്കെ കൊടുക്കുന്ന അവരുടെ സ്പോൺസർമാരെയും ഒരേപോലെ കാണുന്ന, ഒരേപോലെ ശത്രുക്കളായി കാണുന്ന ഒരു വിദേശ നയമാണ് എന്റെ സർക്കാർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിനെതിരെ നടക്കുന്ന ഏത് ആക്രമണത്തെയും, ചെറിയ പ്രകോപനങ്ങളെ പോലും, ഭീകരവാദത്തെ പോലും യുദ്ധമായി തന്നെ കണക്കാക്കും, അതിന് യുദ്ധത്തിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും എന്ന് പറയുന്ന, ദേശസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഗവൺമെന്റാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിനെ, അദ്ദേഹം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ തെറ്റിന് എത്ര ലളിതമായിട്ടാണ് നിസ്സാരവൽക്കരിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യ പോലത്തെ ഒരു മഹാരാഷ്ട്രത്തെ ആണവായുധത്തിന്റെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ഇനി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് അസീം മുനീർ നടത്തിയിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിനെ അതിശക്തമായ ഭാഷയിൽ ചെങ്കോട്ടയിൽ നിന്ന് മറുപടി പറയുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റി പിൻവലിക്കാനുള്ള തീരുമാനത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ഈ പറയുന്ന 1960 സിന്ധു നദീജല കരാർ, അത് ഇന്ത്യൻ കർഷകർക്ക് ദോഷമുണ്ടാക്കുന്ന, പാകിസ്ഥാന് മാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു കരാറാണെന്നും ആ കരാറുമായി തുടർന്ന് പോകേണ്ടതില്ല, ചോരയും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്ന തന്നെ പ്രഖ്യാപിത നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗെദർ എന്ന് പ്രധാനമന്ത്രി ഇന്ന് 3-ാമത്തെ തവണ ചെങ്കോട്ടയിൽ നിന്ന് ആവർത്തിച്ചു. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് എന്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നമ്മൾ പിൻവലിക്കാൻ പോകുന്നില്ല, ആ ട്രീറ്റി കെപ്റ്റ് ഇൻ അബയൻസ് ആണ്, അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ളത് പ്രഖ്യാപനം. അതേപോലെ തന്നെ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനമായി ഞാൻ കണ്ടത് മിഷൻ സുദർശന ചക്ര എന്ന് പറയുന്ന ഇസ്രായേലിന്റെ അയൺ ഡോമിന് സമാനമായി അടുത്ത 10 വർഷത്തിനുള്ളിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനം ഇന്ത്യ രൂപീകരിക്കും. 2035 സുദർശന ചക്ര എന്ന് പറയുന്ന ഇന്ത്യയുടെ അയൺ ഡോം യാഥാർത്ഥ്യമാകും. അതിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം പാകിസ്ഥാന്റെ എയർ അറ്റാക്കിനെ പറ്റി ഏതെങ്കിലും നഗരങ്ങളിൽ ഈ പറയുന്ന മിസൈലുകളോ മറ്റെന്തെങ്കിലും ഇതുകളോ വീഴുന്നതിനെ പറ്റി നമുക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തും. ദേശസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് പ്രധാനമന്ത്രി പറയുന്നത് കണ്ടു. ദേശസുരക്ഷയ്ക്കൊപ്പം തന്നെ വലിയ ഊന്നൽ നൽകി, വലിയ പ്രാധാന്യം നൽകി അദ്ദേഹം പറഞ്ഞത് സാമ്പത്തിക പരിഷ്കരണങ്ങളെ സംബന്ധിച്ചിട്ടാണ്. 2025 തന്നെ ആരംഭിക്കാനിരിക്കുന്ന എക്കണോമിക് റിഫോംസിനെ പറ്റിയിട്ടാണ് പ്രധാനമന്ത്രി പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് GST റിഫോംസ് ആണ്. 2025 ദിവാലിയോടുകൂടി നിലവിലുള്ള GSTയുടെ ഘടനയിൽ ഘടനാപരമായി തന്നെയുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇത് രാജ്യത്തിന്റെ എസെൻഷ്യൽ ഗൂഡ്സ് ഉൾപ്പെടെയുള്ള, അത് അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഹൗസ് ഹോൾഡുകൾ, അതേപോലെ തന്നെ മിനി ആൻഡ് മൈക്രോ സെക്ടർ എന്റർപ്രൈസസ്, അതേപോലെ തന്നെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇവരുടെ എല്ലാം ചെലവ് വളരെ ഗണ്യമായി കുറയ്ക്കുന്ന, വിലക്കയറ്റത്തിന് വലിയ പരിഹാരം കാണുന്ന രീതിയിലുള്ള വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള GST റിഫോംസ് ഈ 2025 ദിവാലിയോട് കൂടി തന്നെ നമ്മൾ നടപ്പാക്കാൻ ആരംഭിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ എക്കണോമിക് റിഫോംസിനൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യം യൂത്ത് എംപവർമെന്റിനെ സംബന്ധിച്ചും ജോബ് ക്രിയേഷനെ സംബന്ധിച്ചുമാണ്. യുവാക്കൾക്ക് വേണ്ടി ജോലികൾ പുതുതായി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഭാവനാത്മകമായിട്ടുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ
യോജന എന്ന പേരിൽ 1,00,000 കോടി രൂപയുടെ പാക്കേജാണ് യുവാക്കൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. അതായത് പ്രൈവറ്റ് സെക്ടറിൽ ആദ്യമായി ജോലി ചെയ്യുന്ന യുവാക്കൾക്ക്, പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം 15,000 രൂപ സ്റ്റൈപ്പൻഡ് ഗവൺമെന്റ് കൊടുക്കുന്ന തരത്തിൽ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള പ്രധാനമന്ത്രി യുവജൻ റോസ്ഗാർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. 1,00,000 കോടി രൂപയുടെ നീക്കിയിരിപ്പുള്ള പദ്ധതിയാണത്. അതേപോലെ തന്നെ അടുത്ത 5 വർഷത്തിനിടയിൽ 3.5 കോടി പുതിയ ജോലികൾ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ്, 3.5 crore ജോബ്സ് പുതിയതായി സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. അതേപോലെ തന്നെ റിഫോംസിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം റിഫോം ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനെ പറ്റി. അതായത് ഈ പറയുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ, നയപരമായിട്ടുള്ള പരിഷ്കരണങ്ങൾ, പോളിസി പരിഷ്കരണങ്ങൾ, ഇത് എവിടെയാണ് വേണ്ടത്, ഏത് മേഖലയിലാണ് വേണ്ടതെന്ന് സവിശേഷമായി പഠിക്കാനും വേണ്ട മേഖലയിലെല്ലാം ആവശ്യമായിട്ടുള്ള പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടി ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ തന്നെ ചുമതലപ്പെടുത്തുമെന്നും അവർ റെഡ് ടേപ്പ് പോലെയുള്ള ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണുമെന്നും, അങ്ങനെ 2047 ഇത്തരത്തിലുള്ള ഡ്രാസ്റ്റിക് റിഫോംസിലൂടെ ഒരു 10 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മൾ കടക്കുന്ന. ആലോചിച്ച് നോക്കണം, നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് 1.25 ട്രില്യൺ എക്കോണമിയാണ് നമ്മൾ, 1.25 ട്രില്യന്റെ എക്കോണമിയാണ് നമ്മൾ. അന്ന് നരേന്ദ്രമോദി 5 ട്രില്യൺ എക്കോണമി എന്ന് പറഞ്ഞപ്പോ അതിനെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞ് പരിഹസിച്ച ആളുകളാണ് വരുന്നത്. നരേന്ദ്രമോദി 12ാമത്തെ വർഷത്തിൽ എത്തുമ്പോൾ നമ്മളൊരു 4.2 ട്രില്യൺ എക്കോണമി ആയി കഴിഞ്ഞു. 5 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ തൊട്ടടുത്തുള്ള ലക്ഷ്യമാണ്. അവിടെ നോക്കൂ, ഭാവനാപരമായിട്ട് നരേന്ദ്രമോദി അടുത്ത 20 വർഷത്തിനുള്ളിൽ പ്രഖ്യാപിക്കുന്നത് 10 ട്രില്യൺ എക്കോണമി, 10 ട്രില്യൺ എക്കോണമി, 10 ട്രില്യന്റെ എക്കോണമി ആയിട്ട് നമ്മൾ മാറും എന്ന് പറയുന്നതാണ്. പിന്നെ അടുത്ത 4ാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റായി ഞാൻ കാണുന്നത് സെൽഫ് റിലയൻസിനെ സംബന്ധിച്ച്, ഡിഫൻസിന്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ, എനർജിയുടെ കാര്യത്തിലെല്ലാം നമ്മൾ സെൽഫ് റിലയൻസ്, ആത്മനിർഭരത കൈവരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ സംബന്ധിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായ പോയിന്റ് ആയി കണ്ടത് മെയ്ക്ക് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഈ വർഷം തന്നെ 2025 അവസാനത്തോടു കൂടി മെയ്ക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്പുകൾ യാഥാർത്ഥ്യമാകും എന്ന് പറയുന്ന പ്രഖ്യാപനമാണ്. അതേപോലെ തന്നെ ഡിഫൻസിന്റെ മേഖലയിലാണെങ്കിൽ ഇൻഡിജീനിയസ് ജെറ്റ് എഞ്ചിൻ പ്രൊഡക്ഷൻ, ഇന്ത്യ സ്വന്തമായി ജെറ്റ് എഞ്ചിനുകളുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതും, അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ എങ്ങനെയാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ വെപ്പൺസ്, നമ്മൾ ഇന്ത്യ ആഭ്യന്തരമായി സ്വകീയമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഇന്ത്യയുടെ തന്നെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഒരു മഹായുദ്ധം ജയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയത്, ഇപ്പൊ എങ്ങനെയാണ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒരു പ്രതിരോധ കയറ്റുമതി രംഗത്ത് കൂടി കരുത്ത് തെളിയിച്ചു തുടങ്ങിയിട്ടുള്ള കാലത്തെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഊർജ്ജ മേഖലയിലെ വളരെ പ്രധാനമായിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത് പുതിയ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെ സംബന്ധിച്ച് വളരെ ധീരമായിട്ടുള്ള പ്രഖ്യാപനമാണത്. 2047 ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളുടെ ഒന്നും, ഈ പറയുന്ന വലിയേട്ടന്മാരുടെ ഒന്നും ഭീഷണിക്ക് മുമ്പിൽ ഒരു ഇഞ്ചും കുലുങ്ങാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 10 ഇരട്ടിയായിട്ട് നമ്മുടെ ആണവായുധ ശേഷി അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി നമ്മൾ 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ 10 ന്യൂക്ലിയർ റിയാക്ടറുകൾ ആരംഭിക്കും. അതേപോലെ തന്നെ ഊർജ്ജ മേഖലയിൽ സോളാർ എനർജിയുടെ കാര്യത്തിൽ, ഹൈഡ്രജൻ എനർജിയുടെ കാര്യത്തിൽ, ഹൈഡ്രോ എനർജിയുടെ കാര്യത്തിലെല്ലാം നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്ന് പറയുന്നു. നാഷണൽ ഡീപ്പ് വാട്ടർ എക്സ്ക്ലവേഷൻ മിഷൻ എന്ന് പറയുന്ന, അതായത് സമുദ്രാന്തർഭാഗത്ത് എക്സ്കവേഷൻ, ഡീപ്പ് വാട്ടർ എക്സ്കവേഷൻ നടത്താനും അതുവഴി ഓഷ്യാനിക് ഓയിലും അതേപോലെ തന്നെ ഗ്യാസ് റിസോഴ്സസും കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മിഷൻ ഇതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. 5ാമത്തെയും ഏറ്റവും പ്രധാനമായതുമായ കാര്യം ഡെമോഗ്രാഫിക് ആൻഡ് കൾച്ചറൽ കൺസേൺസിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അതിർത്തി കടന്നു വരുന്ന ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രേഷൻ, അതേപോലെ തന്നെ ഇൻഫിൽട്രേഷൻ, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെമോഗ്രഫിയെ വളരെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ജനസംഖ്യാനുപാതത്തെ എങ്ങനെയാണ് അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എന്തുകൊണ്ട് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഷണൽ സെക്യൂരിറ്റി കൺസേൺ കൂടിയാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ ധീരമായി പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഹൈ പവർ ഡെമോഗ്രഫി മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുന്ന ഓരോ ആളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് മടക്കി അയക്കാനും, ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ നാടിന്റെ സ്വാഭാവികമായിട്ടുള്ള ഡെമോഗ്രഫിയെ അട്ടിമറിക്കില്ലെന്ന് ഉറപ്പുവരുത്താനും വേണ്ടി 2047 ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഹൈ പവർ ഡെമോഗ്രഫി മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഈ കൾച്ചറൽ സൈഡിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്താണ് RSSന്റെ 100 വർഷത്തെ സംഭാവനകളെ സംബന്ധിച്ച്, എങ്ങനെയാണ് RSS എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം കഴിഞ്ഞ 100 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ഇത്രയും വിപ്ലവകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ വരുത്തിയത്, എങ്ങനെയാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന ഒരു ആശയം ഈ രാജ്യത്തിന്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള കുതിച്ചുചാട്ടത്തിനുള്ള ഒരു പ്രേരക ശക്തിയായി മാറിയത്. ആ പ്രസ്ഥാനത്തിന് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, ആ പ്രസ്ഥാനത്തെ എന്റെ ആദരവ് ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞ വളരെ സുന്ദരമായിട്ടൊരു മുഹൂർത്തവും നമ്മൾ ഈ ഘട്ടത്തിലാണ് കാണുന്നത്. 6ാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം യൂത്ത് ആൻഡ് വിമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ധാരാളം കണക്കുകൾ നിർത്തി, എല്ലാം ഞാൻ പറയുന്നില്ല.
പക്ഷേ മുദ്രാ യോജനയുമായി ബന്ധപ്പെട്ട് 80% മുദ്രാ ലോണുകളും സ്ത്രീകൾക്കാണ് കിട്ടുന്നത്, സ്ത്രീകളാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന വളരെ ശ്രദ്ധാകരമായിട്ടുള്ള കണക്ക് അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ തന്നെ 2030 5000 പുതിയ വുമൺ എംപവർമെന്റ് ക്ലസ്റ്ററുകൾ 2030 നമ്മൾ നടപ്പാക്കാൻ പോവുകയാണ് എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. യുവാക്കളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം വളരെ ആവേശകരമായിരുന്നു. യുവാക്കൾ ഇൻഡിജീനിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഉപയോഗിക്കണം. വൈദേശിക പ്ലാറ്റ്ഫോമുകൾക്ക് പകരം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഇൻഡിജീനിയസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കണമെന്നും അതേപോലെ തന്നെ AI, റോബോട്ടിക്സ്, ഗ്രീൻ എനർജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഴാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മാറിയിട്ടുള്ള ഒരു ഗ്ലോബൽ സ്റ്റേച്ചറിനെ സംബന്ധിച്ചാണ്. ഗ്ലോബൽ സ്റ്റാൻഡിംഗ് ആൻഡ് ഡിപ്ലോമസി, ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ എങ്ങനെയാണ് മാറിയത്, ലോകം ഇന്ന് എങ്ങനെയാണ് ആദരവോടുകൂടി ഭാരതത്തെ കാണുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 12 വർഷം കൊണ്ട് ലോക നഭസ്ഥയിൽ ഒരു നെടുനായകത്വം വഹിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട്, ഉക്രൈനും റഷ്യയും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിൽ മധ്യസ്ഥനായിട്ട് പോലും ഇടപെടുന്ന ഒരു രാജ്യമായിട്ട് എങ്ങനെയാണ് മാറുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം G20 പ്രസിഡൻസി ഇന്ത്യക്ക് കിട്ടിയതിനെ പറ്റി പറഞ്ഞു. ലോകത്തെ ഏറ്റവും ശക്തരായിട്ട് 20 രാഷ്ട്രങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റായിട്ട് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് മുതൽ ഗ്ലോബൽ സൗത്ത് ഇന്നവേഷൻ പ്രോജക്ടിന്റെ നേതൃസ്ഥാനത്തേക്ക് ഇന്ത്യ എത്തുന്നത് വരെയുള്ള ഭാഗങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരാമർശം അദ്ദേഹം അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ വളരെ നിശ്ചിതമായിട്ട് വെല്ലുവിളിക്കുകയും ആ ഭീഷണി ഞങ്ങളുടെ അടുത്ത് വിലപ്പോവില്ലെന്ന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹം അമേരിക്കയുടെ താരിഫ് ഭീഷണിയെ എക്കണോമിക് സെൽഫിഷ്നെസ് എന്നാണ് പറഞ്ഞത്, സാമ്പത്തികമായിട്ടുള്ള സ്വാർത്ഥത എന്നാണ്. അത്തരം സാമ്പത്തിക സ്വാർത്ഥതകൾക്ക് മുന്നിൽ ഈ രാഷ്ട്രം തലകുനിക്കില്ലെന്നും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാവുന്നത് പോലെ, ഇവിടുത്തെ കർഷകർക്ക് ദ്രോഹം ഉണ്ടാക്കുന്നത് പോലെയുള്ള നയങ്ങൾക്കോ പരിപാടികൾക്കോ ഞങ്ങൾ വഴങ്ങുന്നില്ലെന്നും, ഭാരതം അതിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ പേരിൽ നഷ്ടം സഹിക്കേണ്ടി വന്നാലും അത് സഹിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് US വളരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന പ്രധാനമന്ത്രി നമ്മൾ കണ്ടു. ഏറ്റവും അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള 8ാമത്തെ ഞാൻ കാണുന്ന അതിലത്തെ പോയിന്റ്, അതിലത്തെ സങ്കല്പമാണ്, അതിലത്തെ ഭാവനയാണ്, അതിലത്തെ ഒരു ദീർഘവീക്ഷണമാണ്. 2047 ഒരു വികസിതമായിട്ടുള്ള ഭാരതം അദ്ദേഹം കണ്ണിൽ കാണുന്നത് പോലെയാണ് പറയുന്നത്. കേവലം ഒരു സ്വപ്നമായിട്ടോ ഒരു ലക്ഷ്യമായിട്ടോ അല്ല, അത് നമ്മൾ ഓരോരുത്തരും ഇന്നു മുതൽ പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്ന വണ്ണം. എങ്ങനെയാണോ 1947 വിവേകാനന്ദ സ്വാമി പറയുന്നത്, ഞാൻ കാണുന്നു 50 വർഷങ്ങൾക്കുള്ളിൽ സ്വതന്ത്രയായിട്ടുള്ള ഭാരതമാതാവ് രത്നാങ്കിതമായിട്ടുള്ള സിംഹാസനത്തിൽ ആരൂഢയായിട്ട് വിശ്വത്തിന്റെ മുഴുവൻ ഗുരുവായി വർത്തിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. കാണുന്നത് പോലെയാണ് പറയുന്നത്. അതോ കൃത്യം 50 വർഷം കഴിഞ്ഞപ്പോ 1947 ആയപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. അതേപോലെയാണ് നരേന്ദ്രമോദി 21 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭാരതത്തെ പറ്റി പറയുന്നത്. ആ വികസിത ഭാരതം ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള രാജ്യമായിരിക്കും, ആത്മനിർഭരമായിട്ടുള്ള രാജ്യമായിരിക്കും, മറ്റാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതൊരു വൈബ്രന്റ് ആയിട്ടുള്ള രാജ്യമായിരിക്കും, അതൊരു ശക്തിമത്തായിട്ടുള്ള സ്വന്തം തേജസ്സിൽ ജ്വലിക്കുന്ന രാഷ്ട്രമായിരിക്കും, അതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാഷ്ട്രമായിരിക്കും, അതൊരു വികസിതമായിട്ടുള്ള രാഷ്ട്രമായിരിക്കും. ആ ലക്ഷ്യം 2047 നടത്തിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടി അമൃതകാലത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അമൃതകാലം എന്നത് കേവലം ഒരു ടൈം സ്പാൻ അല്ല, കേവലം ഒരു സമയത്തിന്റെ കണക്കല്ല, അതൊരു ഇറ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണ്, അത് പരിവർത്തനത്തിന്റെ ഒരു കാലഘട്ടമാണെന്നും ആ കാലഘട്ടത്തെ യാഥാർത്ഥ്യമാക്കേണ്ടത് 4 പ്രധാനപ്പെട്ട ആളുകളാണെന്നും. ആരാണ് ഇതിന്റെ നായകത്വം വഹിക്കേണ്ടത്? അത് പ്രധാനമായിട്ട് യുവാക്കൾ, വനിതകൾ, കർഷകർ, ശാസ്ത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെവലപ്മെന്റ് ഡ്രിവൺ ബൈ യൂത്ത്, വിമൺ, ഫാർമേഴ്സ് ആൻഡ് ഇന്നോവേഷൻ എന്നുള്ള വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഭാവന മുന്നോട്ട് വെക്കുന്ന വികസിത ഭാരതത്തെ ഒരു യാഥാർത്ഥ്യമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് അവതരിപ്പിച്ചുകൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള പ്രസംഗമായിരുന്നു. അത് മുഴുവൻ കേൾക്കാനോ അതിൽ ഈ പറയുന്നത് പോലെ പ്രധാനമായിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യാനോ, അത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ ഭാസുരമാക്കുന്നത് എന്നതിനെ പറ്റി ചിന്തിക്കാനോ പോലും തയ്യാറാവാതെ അതിലെവിടെയാണ് പ്രശ്നങ്ങൾ, അതിലെവിടെയാണ് പോരായ്മകൾ, അതിലെന്താണ് വിമർശനത്തിന് സാധ്യതയുള്ളത് എന്ന് മാത്രം നോക്കി നടക്കുന്ന നിലംപരിശായിട്ടുള്ള പ്രതിപക്ഷം ഇനിയും ഒരു 50 വർഷത്തേക്ക് നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും വലിയ ആശങ്കയൊന്നും ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്.